ഇതിറങ്ങി ലാലേട്ടൻ ഇവിടെ വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ സന്തോഷത്തെ കാണുന്നത്. ഭയങ്കര സന്തോഷമല്ലേ ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക് വന്ന ദൃശ്യം 3 ആന്നി പെരുമ്പാവൂരിൻ്റെ ഫ്രാഞ്ചൈസി പടം എല്ലാം കൊണ്ടും ഭയങ്കര ഹിറ്റാണ്. 4 ഡേയ്സ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോയും പിള്ളേർ 14-20 ഷോ പിള്ളേർ. അത് ഇപ്പോൾ നല്ല രീതിയിൽ പോവാം. നല്ല ഫാമിലി ഓഡിയൻസാണ്. ലാലേട്ടൻ്റെ ചെങ്കോട്ട എന്നാണ് ഇപ്പോൾ കവിത തിയേറ്റർ അറിയപ്പെടുന്നത്. അപ്പോൾ ഫാൻസാർ അത്രയും വിളങ്ങി പറയുന്നത്. ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച ദിവസം ഇവിടെ വണ്ടി വയ്ക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞായറാഴ്ച അത് എല്ലാ ഷോയും പിള്ളേർക്ക് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 5 ഷോ അല്ലേ ഉടനെ. അത് ലാലേട്ടൻ്റെ ചെങ്കോട്ട എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ആന്നി പെരുമ്പാവൂർ പിടിക്കുന്നതുകൊണ്ട് മോഹൻലാലിൻ്റെ സിനിമകൾ മുഴുവൻ എനിക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നുണ്ട്. അത് ആശീർവാദിൻ്റെ സിനിമ ആയതുകൊണ്ടും ലാലേട്ടൻ്റെ പടങ്ങൾക്കും നല്ലൊരു കളക്ഷനാണ് തിയേറ്ററുകളിൽ. അതായത് പണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ പണ്ടത്തെ ആരാധകർ പോലും അതായത് ഈ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു വൈബാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുന്ന ബർത്ത്ഡേക്ക് ദിവസം ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ ആ മൊമെൻ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ജനങ്ങളായിരുന്നു. ലാലേട്ടൻ വന്ന് നല്ല കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും ഹായ് ഒക്കെ പറഞ്ഞ് പടവും കണ്ടിട്ട് പോയി. ആന്നി ഉണ്ടായിരുന്നു, പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, ആശീർവാദിൻ്റെ എല്ലാ മെമ്പേഴ്സും ഉണ്ടായിരുന്നു പടം കാണാൻ. അപ്പോൾ ഇതിൻ്റെ കളക്ഷനൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? കളക്ഷൻ ഭയങ്കര റെക്കോർഡ് കളക്ഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പറഞ്ഞിട്ടില്ലോ 4 ഡേയ്സ്. 100 കോടി കഴിഞ്ഞു. അതെ അതെ അതെ. ഇതിപ്പോൾ 58 മണിക്കൂർ. അതെ അതെ. മറ്റേ ഇതിനു മുമ്പുള്ള മറ്റേ നമ്മുടെ എമ്പുരാന് ശേഷം ഇത്ര ഓഡിയൻസ് വരുന്ന പടം. അത് ഓൾമോസ്റ്റ് എത്ര ഷോയോ ഉടനെ എല്ലാ സ്ഥലത്തും എല്ലാ 500 തിയേറ്റർ ഉണ്ട് കേരളത്തിൽ. അതുപോലെ തിയേറ്റർ ഓണേഴ്സ് ഭയങ്കര പ്രതിസന്ധിയിലോട്ട് പോകുമ്പോഴൊക്കെ ഇതുപോലുള്ള സിനിമകൾ വരാനാണ്. അതെ അതെ. ഇതുപോലത്തെ സിനിമകൾ 3 സിനിമ വന്നാലാണ് തിയേറ്ററുകൾ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുള്ളൂ. തിയേറ്റർ ഉടമകൾക്ക് എല്ലാ ടാക്സുകളും ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഞങ്ങൾക്ക് ടാക്സ് കുറച്ച് തരുമെന്നുള്ളൊരു വിചാരമുണ്ട്. അല്ലെങ്കിൽ ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇത് ഭയങ്കര ടാക്സ് അല്ലേ, ടിക്കറ്റ് റേറ്റിൻ്റെ GST മേൽ ടാക്സ് അല്ലേ. കൊറോണയ്ക്ക് ശേഷം തിയേറ്റർ അടയ്ക്കണ പ്രതിസന്ധിയിലൊക്കെ വന്നപ്പോൾ ലാലേട്ടൻ അന്ന് നേരൊക്കെ ഇറങ്ങി ഭയങ്കര ഹിറ്റായിരുന്നു. അതെ അതെ അതെ. നേരെ ഇറങ്ങി, പിന്നെ ഇത് ഇറങ്ങിയല്ലോ. ഇതിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾക്ക് തിയേറ്ററിൽ കിട്ടിയില്ല. ഭയങ്കര കളക്ഷൻ പോയി ഞങ്ങളുടെ തിയേറ്ററുകാരുടെ. അത് അവർക്കും ആ സമയത്ത് ഒത്തിരി പൈസ മുടക്കി വെച്ചേക്കുമല്ലേ. അപ്പോൾ അവരത് ഇറക്കി OTT റിലീസ് ചെയ്തെന്നുള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ പോവും. ഇനി മഴ മാറിയെന്ന് കഴിഞ്ഞാൽ നല്ല 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 കളക്ഷനായിരിക്കും. നല്ല ലേഡീസ് ഇനിയും കണ്ടമാനം ആൾക്കാർ പണ്ട് 20 കൊല്ലം മുമ്പ് കണ്ടവരൊക്കെ ഇപ്പോൾ വന്നെന്നാണ് പറഞ്ഞു. റിപ്പീറ്റ് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. റിപ്പീറ്റ് ഓഡിയൻസ് വരും. അവസാനത്തെ 20 മിനിറ്റ്സൊക്കെ ഭയങ്കര ട്വിസ്റ്റും പരിപാടിയല്ലേ. അതെല്ലാം ആൾക്കാരുടെ ഇനി ദൃശ്യം 4 വേണ്ടി വെയിറ്റ് ചെയ്യുക. ആന്നിയോട് പറയണം പടം പിടിച്ച് ഞാൻ ഉടനെ തന്നെ 3 കൊല്ലത്തിനുള്ളിൽ കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ 2 കൊല്ലത്തിനുള്ളിൽ. ശനിയും ഞായറൊക്കെ നോക്കുവാണെങ്കിൽ ഫാമിലി ഓഡിയൻസ് കുറേ കവിത തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്ര ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുമ്പോഴാണ് ആ ഒരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അതിപ്പോൾ ഈ കൊച്ചി നോക്കുവാണെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു സീറ്റിംഗ് ഉള്ളൊരു തിയേറ്ററാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൊടുക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് അവർക്ക് അത്രയും പേരുടെ കൂടെ ഇരിക്കുമ്പോൾ പല ആൾക്കാരുടെ കയ്യടിയും ഭയങ്കര ബഹളവും ഇതൊക്കെ അല്ലേ. അതൊക്കെ കാണാനല്ലേ ആൾക്കാർ കൂടുതൽ തന്നെ. 100 സീറ്റ് 150 സീറ്റുള്ള തിയേറ്ററൊക്കെ ആണെങ്കിൽ വീട്ടിലിരുന്ന് OTT കണ്ടാതെന്ന് പറഞ്ഞത്. അതിന് പകരമാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നത്. വലിയ സ്ക്രീനുകൾ ചെറുതാക്കി മൾട്ടിപ്ലക്സുകൾ പണിയുന്നുണ്ട്. സാർ ഇപ്പോഴും ഇത് കീപ്പ് ചെയ്തു പോകുന്നത് ഈ ഇവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടി തന്നെയാണ്? അതങ്ങനെയില്ല. ഏതായാലും ഇത് കുറച്ച് സീറ്റൊക്കെ കുറച്ച് റിനോവേഷൻ ഉണ്ട് ഉടനെ തന്നെ. സീറ്റുകളൊക്കെ കുറച്ച് കുറയ്ക്കണം, എന്നിട്ട് സ്ക്രീന് കുറച്ചുകൂടെ വലുതാക്കണം. അങ്ങനെയുള്ള പ്ലാനുകളുണ്ട്. എല്ലാം അടിപൊളിയായിട്ടാണ്. താങ്ക് യു.